ഒരു നല്ല സിനിമ ശ്രദ്ധിക്കപ്പെടാൻ വമ്പൻ കാസ്റ്റുകളോ അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡമായ ഷോട്ടുകളോ ടെക്നിക്കൽ സൈഡുകളോ ഒന്നും ആവശ്യമില്ല. കണ്ടൻറ്റാണ് എപ്പോഴും കിങ്. അത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പൊമ്പിളൈ ഒരുമൈ എന്ന സിനിമയിലൂടെ വിപിൻ അറ്റ്ലി, അതായത് ഹോംലി മീൽസിൻ്റെയും ബെന്നിൻ്റെയൊക്കെ ഡയറക്ടറായ വിപിൻ അറ്റ്ലി. ഇതൊരു കൊച്ചു സിനിമയാണ്, ചെറിയ രീതിയിലെടുത്ത ഒരു കൊച്ചു സിനിമ. കണ്ടൻറ്റാണ് ഇതിൻ്റെ കിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് സുനിത എന്ന് പറയുന്ന നാട്ടുമ്പുറത്തുകാരിയായ നായിക, അവർക്ക് ഭർത്താവിനെ സംശയമാണ്. കാരണം ഭർത്താവിനൊരു അവിഹിത ബന്ധമുണ്ടെന്ന് ഇവൾ സംശയിക്കുന്നു. അപ്പോൾ ഭർത്താവ് അതിന് തിരിച്ചു പറയുന്നത് ഇവൾക്ക് സംശയരോഗമാണ് എന്നുള്ള രീതിയിൽ നാട്ടിൽ മുഴുവൻ ഇവളെ ഒരു സംശയരോഗിയാക്കി ലേബൽ ചെയ്യുകയാണ്. അതിനുശേഷം ഇവൾ പുതിയതായിട്ട് നാട്ടിൽ വെളിയിൽ നിന്ന് വരുന്നവരോടെല്ലാം ഇവൾ പറയുന്നു, എനിക്കിത് തെളിയിക്കണം, എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കുമെന്ന് പലരോടും ചോദിക്കുന്നുണ്ട്. ആരും സഹായിക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു പുതിയ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നതും അവരോട് സുനിത സഹായം ചോദിക്കുന്നതും അവരെല്ലാം കൂടി ചേർന്ന് ഇയാൾ ശരിക്കും ഇങ്ങനെ ഒരു കാര്യമുണ്ടോ അതോ ഇവളുടെ തോന്നലാണോ എന്നൊക്കെ തെളിയിക്കാൻ നടക്കുന്ന ഒരു ശ്രമങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. ഒരു ചെറിയ കണ്ടൻറ്റൊക്കെ ബേസ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നൊരു സിനിമയാണ്. തുടക്കത്തിലെ കുറേ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല. കാരണം വേറെ രീതിയിലുള്ള മേക്കിംഗ് ആണ്. അത് ഹോംലി മീൽസ് ആണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ അതൊരു വേറെ മൂഡിൽ പോകുന്ന പടമാണ്. കാരണം വിപിൻ അറ്റ്ലി എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് നോർമൽ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു ഡയറക്ടറാണ്. ആ ഒരു മൂഡിൽ പോകുന്ന സിനിമയാണ്. അതുപോലെ വിപിൻ അറ്റ്ലി മാത്രമാണ് ഇതിൽ അഭിനയിച്ചതിൽ കുറച്ച് അറിയാവുന്ന ആളെന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം പുതുമുഖങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പുതുമുഖങ്ങളാണ് എന്നുള്ളൊരു ഇതില്ലായിരുന്നു. അതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം നല്ല കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല കണ്ടിരിക്കാവുന്ന ഒരു നല്ല കണ്ടൻറ്റുള്ള സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാം.